ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ജീവിതം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടത്? കുറേ പണവും കുറച്ച് സ്വർണവും ഒക്കെയാണോ വേണ്ടത്? അതൊക്കെ വേണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ അത് മാത്രം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ അല്ലെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ എത്ര തന്നെ പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത കാലം അത് മറ്റാരുടെയാണ്. സ്വന്തമാക്കലിൻ്റെ വലിപ്പം കൂടുന്തോറും നഷ്ടപ്പെടുത്തലിൻ്റെ വലിപ്പവും വളരെ കൂടുതലായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത രൂപ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന മാത്രമായിട്ടുള്ള ഒരു ഇടമാണ് നമ്മൾ. വേറെ ആർക്കോ വേണ്ടി നമ്മൾ കരുതി വെക്കുന്നു. നിങ്ങൾക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്നേ ജീവിതത്തിൽ. പിന്നെ എന്തിനാണ് അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഓരോരുത്തർക്കും അവനവൻ്റെ ജീവിതമായിരിക്കും അല്ലേ വളരെ വലുത്. അതായത് അവനവനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മൾ ജീവിക്കുക. പക്ഷേ അതിനേക്കാൾ ഉപരി അവൻ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് വിചാരിക്കുമോ? അവൾ എന്താ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? എനിക്കിങ്ങനെ വന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും തോന്നുമോ? എനിക്കൊരു അസുഖം വന്നാൽ അവൾ സന്തോഷിക്കുമോ? ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തോളൂ, അവനവൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവർ വേറൊരാളെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. നമ്മൾ ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളിൽ ഒരാൾ മാത്രമാണ്. നിങ്ങൾക്ക് മുൻപും പിൻപും ഒത്തിരി ആളുകളുണ്ട്. നിങ്ങൾ മരിച്ചിട്ടൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എത്ര പേരുണ്ടാവും? അതും പോട്ടെ, ഒരു 30 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയുന്നവർ എത്ര പേരുണ്ടാവും? അപ്പോൾ ആർക്കും നമ്മളെക്കുറിച്ച് ഓർക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇന്നൊരു ഫോണ്, കാറ്, വീട്, നമ്മൾ അഭിമാനമായി അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന പലതും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ BMW, നോക്കിയ 1100 ഒക്കെ ആയി മാറും. കാരണം അന്നത്തെ ടെക്നോളജിയിൽ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം ഒന്നുമല്ലാതായി തീരും. അപ്പോൾ നമ്മൾ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒന്നും ജീവിതത്തിൽ ഒന്നുമല്ല. അങ്ങനെ ഒരു അവസ്ഥയും നമുക്ക് വരാം. അപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ചിലതൊക്കെ ഉണ്ട് ജീവിതത്തിൽ. ഒന്ന് മഴയത്തിറങ്ങി കളിക്കുകയെ, അതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് യാത്ര എൻജോയ് ചെയ്യേ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അയ്യോ വയറ് പൊട്ടുന്ന വരെ ചിരിക്കുക, കണ്ണ് നിറയുന്ന വരെ ചിരിക്കുക, അങ്ങനെ കണ്ണ് നിറയുന്ന വരെ ഒന്ന് ചിരിക്കുകയെ ഒക്കെ ചെയ്യാട്ടോ. ഇതൊന്നും ജീവിതത്തിൽ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. നിങ്ങൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.